ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശം ഒരു 10 മണിയൊക്കെ ആയി കാണും. അപ്പം നമ്മുടെ പൊന്നക്കുട്ടിയും ഡാഗീഷനും ശബരിമലയിലൊക്കെ പോയിട്ടൊരു 4 മണിയൊക്കെ ആയപ്പോൾ വന്നു കേട്ടോ വെളുപ്പിന്. അതിന് ശേഷം കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ 4 പേരും കിടന്നൊന്ന് സുഖമായിട്ട് ഉറങ്ങി. അവർ വരുന്നവരെ നമുക്ക് ഉറക്കമൊന്നുമില്ലല്ലോ, നമ്മൾ ടെൻഷനിലായിരുന്നു. ഒന്ന് വന്ന് വീട്ടിൽ വരുന്നത് വരെ നമുക്കൊരു സമാധാനം കാണത്തില്ല. അപ്പോൾ അവർ വന്നതിന് ശേഷം ഒരു 10-10:30 ആയപ്പോൾ ഞാൻ എണീറ്റ് അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി. പൊന്നക്കുട്ടി ശബരിമലയിൽ പോയതിൻ്റെ ചെറിയ ക്ഷീണം, ഉറക്ക ക്ഷീണമേ ഉള്ളൂ കേട്ടോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതേ കണ്ണൻകുട്ടനെ കഴിക്കുകയാണ്. കണ്ണൻകുട്ടൻ്റെ കഴുത്തെ പൊന്നക്കുട്ടി വാങ്ങിച്ചുകൊണ്ട് വന്ന മാലയുണ്ട് കേട്ടോ, പുലിനഖത്തിൻ്റെ മാല. അതിനുശേഷം ഇവർ കൊണ്ടുവന്ന പ്രസാദമാണ് ഇത് ഈ ഉണക്കലരിയാണ് കേട്ടോ. അത് ഞാൻ പെട്ടെന്ന് വറുത്ത് പൊടിച്ച് ഒരു പ്രസാദം റെഡിയാക്കി. നമ്മൾ ശബരിമലയിൽ പോയിട്ട് വരുമ്പം ഈ ഉണക്കലരി വറുത്ത് പൊടിച്ച് അവലും മലരും ശർക്കരയും തേങ്ങയുണ്ടല്ലോ, തേങ്ങ എല്ലാം കൂടെ അഭിഷേകം ചെയ്ത നെയ്യിൽ വാട്ടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആപ്പിളോ മുന്തിരിങ്ങയോ ഓറഞ്ചോ ഒക്കെ ഇടാം കേട്ടോ. അപ്പോൾ ആപ്പിളായിരുന്നു ഇരുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ആദ്യം തന്നെ ഞാൻ പ്രസാദമൊക്കെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞായിരുന്നു. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് അതിന് ശേഷമാണ് ഞങ്ങൾ നോൺ വാങ്ങിച്ചത്. അപ്പോൾ പ്രസാദമൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തപ്പോൾ തന്നെ ഏകദേശം 12 മണിയൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം ഞായറാഴ്ച പോയി നോൺ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ വ്രതം മുറിക്കണമല്ലോ, അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. ശബരിമലയിൽ പോയിട്ട് വന്നു കഴിയുമ്പോൾ വ്രതം എല്ലാവരും, നാട്ടുമ്പുറത്ത് എല്ലാവരും അങ്ങനെയാണ്, വ്രതം മുറിക്കും. ഇത്ര ദിവസം കഴിയുമ്പം വ്രതം മുറിക്കും. അതതിൻ്റെ ഒരു ഇതാണ്, എല്ലാവരും ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അമ്മയൊക്കെ പോയപ്പോഴും അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് ഫ്രൈയും ചെയ്തു, കുറച്ച് ചിക്കൻ എടുത്ത് ഞാൻ എപ്പോഴും വെക്കുന്ന പോലെയൊക്കെ തന്നെ ഒന്ന് കറി വെച്ചു കേട്ടോ. ഒന്നാമത് ലേറ്റ് ആയല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഇത് പാവയ്ക്ക കൊണ്ടാട്ടമാണ്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, പപ്പടമുണ്ട് കണ്ണൻകുട്ടനും പൊന്നുകുട്ടിക്കും, പിന്നെ നമ്മുടെ സബോളയും ക്യാരറ്റും പച്ചമുളകും കൂടെ തൈര് ഒഴിച്ചിട്ട് ഈ കച്ചമ്പറ് ഉണ്ടാക്കത്തില്ലേ, അതുപോലെ, പിന്നെ അച്ചാർ. അപ്പം അത്യാവശ്യം കുറച്ച് കറികളൊക്കെ ആയിട്ട് ഞാൻ അവരുടെ നോമ്പ് മുറിക്കാനായിട്ട് ചിക്കനൊക്കെ വാങ്ങിച്ച് ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഏകദേശം അപ്പം തന്നെ 2:30-3 മണിയൊക്കെ ആയി കേട്ടോ. പിന്നെയും കുറച്ച് നേരം ഞങ്ങൾ റെസ്റ്റൊക്കെ എടുത്തു. കാരണം പൊന്നുകുട്ടിക്കും അച്ഛനും കയറി ഇറങ്ങിയതിൻ്റെ ഒരു ക്ഷീണം ഉണ്ടായിരുന്നു, ഉറക്ക ക്ഷീണം. അങ്ങനെ പൊന്നുകുട്ടിയും കുളിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ പൊന്നുകുട്ടിയും കണ്ണൻകുട്ടനും ഭക്ഷണം കഴിക്കുകയാണ്. കുറച്ച് ഒരു 2-3 ആഴ്ചയോളം ഞങ്ങൾ വ്രതം എടുത്തായിരുന്നു, ചിക്കനും മീനും അങ്ങനെയൊന്നും കഴിക്കാതെ. നല്ലതായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ രാജേഷൻ്റെ വീട്ടിൽ പോവാണ് കേട്ടോ. പ്രസാദമൊക്കെ കൊടുക്കണ്ടേ, പാക്ക് ചെയ്ത് നേരത്തെ മാറ്റി വെച്ചായിരുന്നു. പിന്നെ വൈകിട്ട് സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ അതേ നമ്മുടെ ട്രെയിനൊക്കെ പോകുന്നു, ട്രെയിൻ പാസ് ചെയ്തായിരുന്നു. അപ്പം അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവരെ അവിടെ കൊണ്ട് വിട്ടതിന് ശേഷമാണ് നമ്മുടെ രാജേഷൻ എന്നോട് പറയുന്നത്, രാജേഷനെ വീട്ടിൽ കൊണ്ട് വിട്ടതിന് ശേഷമാണ് എന്നോട് പറയുന്നത് നമുക്ക് നവകേരള സദസ്സ് നമ്മുടെ ചേർത്തലയിൽ നടപ്പുണ്ട്, നമുക്കതിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ റോഡേ നിൽക്കുക, അവിടെ നിൽക്കുന്ന പോലീസുകാരനെ കണ്ടു. ആ സാറിനോട് ചോദിച്ചു, നവകേരള സദസ്സിൻ്റെ മറ്റേ മുഖ്യമന്ത്രി പോകുന്ന വണ്ടി പോയോ എന്ന് ചോദിച്ചു. അപ്പം സാറ് പറഞ്ഞു ഇവിടെ നിന്നാൽ മതി, നമുക്ക് കാണാൻ പറ്റും, വേറെ എവിടെയും പോയി നിൽക്കേണ്ട, ഇവിടെ നിന്നു, ഇവിടെ തിരക്കൊന്നുമില്ലല്ലോ, ഇവിടെ നിന്നു, ഇതിപ്പോൾ വണ്ടി പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10 മിനിറ്റ് നിന്നപ്പോൾ തന്നെ നമ്മുടെ സാറ് പോയി കേട്ടോ, പിണറായി വിജയൻ സാർ പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ സാറിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന സ്ഥലത്താണ്, അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങൾ പോകാനൊന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ചെന്നു. രാജേഷൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ പറഞ്ഞു അവിടുത്തെ അപ്പനും അമ്മയും രാജേഷൻ്റെ അച്ഛൻ നവകേരള സദസ്സിന് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അന്ന് പോകാം, കുഞ്ഞുങ്ങളെ കൊണ്ടുപോയില്ല, ഞങ്ങൾ 2 കൂടെ അന്ന് ഒരു നൈറ്റ് ഡ്രൈവും കൂടെ ആവുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നൈറ്റ് ഡ്രൈവ്, രാജേഷൻ്റെ പുറയിലിരുന്ന് പോകാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രിയിൽ. അപ്പോൾ ഒരു ഉത്സവത്തിനുള്ള അത്രയ്ക്ക് ആൾ, ഞങ്ങൾ ഇത്രയും ആളുണ്ടാവുമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാം, നമുക്ക് ഈ തിരക്കിനിടയിൽ പിണറായി വിജയൻ സാറിനെ കാണാനോ ഒന്നും പറ്റില്ല. നമുക്ക് ഒരു സത്യം പറഞ്ഞാൽ ഒരു സെലിബ്രിറ്റി അല്ലേ, ഒരു എന്താ പറയുന്നത്, നമ്മുടെ മന്ത്രിയാണ്. അപ്പോൾ കാണാനൊന്നും പറ്റത്തില്ല. അതിൽ ഒരുപാട് മന്ത്രിമാരുണ്ടല്ലോ, അപ്പം ഒന്നും കാണാൻ പറ്റില്ല. നമുക്ക് പോകാം, ഒന്നും ജസ്റ്റ് ഒരു സുഖമില്ല കാണാനായിട്ട്. എനിക്കിങ്ങനെ ഒരുപാട് കൂടി നിൽക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ വീഡിയോ എടുത്തേക്കാം, എനിക്കൊരു കണ്ടൻറ്റ് ആകുമല്ലോ എന്നും പറഞ്ഞ് അങ്ങ് പോയി. അപ്പം അവിടെ നമ്മുടെ രാജേഷൻ്റെ അച്ഛനുണ്ട്, ചിറ്റപ്പനുണ്ട്, അങ്ങനെ കുറച്ച് റിലേറ്റീവ്സും ഒക്കെ ഉണ്ട് കേട്ടോ. രാജേഷൻ്റെ ചേട്ടന്മാർ കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിൽ വന്നത് എൻ്റെ ബ്രദറും രാജേഷൻ്റെ അനിയനുമായിട്ട് വരും. അപ്പോൾ എൻ്റെ ബ്രദർ, ഞങ്ങൾ തമ്മിൽ ഇതിന് മുമ്പൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ തമ്മിൽ മുറിച്ചിറക്കനാണ്. അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചുകൊണ്ട് എൻ്റെ ബ്രദറും രാജേഷൻ്റെ അനിയനും കൂടെയാണ് പോലീസ്
ഉണ്ട്. അപ്പോൾ ഒന്ന് കാണാം എന്ന് വിചാരിച്ചു. ഇങ്ങനൊരു കാര്യത്തിന് വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ IRB എന്ന് പറയുന്ന ഒരു കമാൻഡിങ് പോലീസ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് എൻ്റെ ചേട്ടൻ വർക്ക് ചെയ്യുന്നത്, എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോൻ. അപ്പോൾ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് കത്തി, നമുക്ക് മന്ത്രീനെ കണ്ടില്ലെങ്കിലും വേണ്ട, ഒരു മിന്നായം പോലെ പൊടി പോലെ ദൂരത്ത് നിന്നാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞ് ഞാനും രാജേഷനും കൂടി, എനിക്കറിയാം ഇന്നിവിടെ ഡ്യൂട്ടി ഉണ്ടെന്ന് ചേട്ടൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് എന്നാൽ കാണാം, ആ ഒരു വേഷത്തിൽ നമുക്ക് കാണുക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു 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 സുഖമല്ലേ, നമ്മുടെ ബ്രദർ അങ്ങനെ കാണാം. അപ്പം ഞാനും രാജേഷനും കൂടി അങ്ങനെ അണ്ണനെ തപ്പിപ്പോയി കേട്ടോ. ആ ഒരു പോലീസ് കമാൻഡിങ് ഇതിൽ നിൽക്കുന്ന, തോക്കൊക്കെ പിടിച്ച് നിൽക്കുന്ന ഒരു ഞാനത് ഫോട്ടോ എടുത്തായിരുന്നു, പക്ഷെ ഞാനത് വീഡിയോയിൽ ഇടുന്നില്ല കേട്ടോ. ഒരു ഡ്യൂട്ടിയിൽ നിൽക്കുന്ന ടൈമല്ലേ, അപ്പോൾ അത് ഞാനിങ്ങനെ വീഡിയോയിൽ അങ്ങനെ ഇടുന്നില്ല. അപ്പോൾ അങ്ങനെ ആളെ കണ്ടുപിടിച്ചു, സംസാരിച്ചു. ഒരുപാട് നേരമൊന്നും സംസാരിച്ചില്ല, കാരണം ജസ്റ്റ് സംസാരിച്ചുള്ളൂ, ഡ്യൂട്ടിയിൽ നിൽക്കുന്നതുകൊണ്ട്. ഇതാണ് നമ്മുടെ നവകേരള ഇതിൻ്റെ ബസ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു ബസ് കാണാനായിട്ട്. അപ്പം നമ്മുടെ രാകേഷന് ഇത് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ബസ്സൊക്കെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അണ്ണനെ കണ്ടതുകൊണ്ട് ഞങ്ങൾക്ക് അടുത്ത് നിന്ന് ജസ്റ്റ് കാണാൻ പറ്റി കേട്ടോ. ഇച്ചിരി അടുത്തോട്ട് ഞങ്ങളെ കയറ്റി വിട്ടു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഫ്രണ്ടിലൊക്കെ നിന്നൊന്ന് കണ്ടു. അവിടെ വേറൊരു ബ്രദറും ഉണ്ടായിരുന്നു, ആ ബ്രദറിനെയും കണ്ടു. അങ്ങനെ ആ ബ്രദറാണ് കേട്ടോ ഇടയ്ക്ക് വീഡിയോ എടുത്ത് തന്നെ, എനിക്ക് പൊക്കം കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ആ ബ്രദറും കൂടെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ സാറിൻ്റെ കുറേ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, എനിക്ക് ഈ പ്രസംഗങ്ങളൊന്നും ഒട്ടും താല്പര്യമുള്ളൊരു വ്യക്തിയല്ല. എനിക്ക് ഒരു പാർട്ടിയോ ഒന്നുമില്ല, എനിക്കൊരു പാർട്ടിയും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. നമ്മളുടെ ഇവിടെ ഏത് പാർട്ടിക്കാർ വന്നാലും ഞാൻ പോകും, കാരണം എനിക്ക് കണ്ടൻറ്റാണ് പ്രാധാന്യം. ഞാൻ അതിൽ വേറെ ഒന്നും കണ്ടില്ല. പിന്നെ മെയിനായിട്ട് എനിക്ക് എൻ്റെ ബ്രദറിനെ കാണണമായിരുന്നു, അതിന് വേണ്ടിയാണ് പോയത്. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ ഒരു സെലിബ്രിറ്റി ആണല്ലോ നമ്മുടെ സാറ് പിണറായി വിജയൻ സാർ, ഒരു സെലിബ്രിറ്റിയും കൂടെ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നാൽ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. അപ്പോഴാണ് അവിടെ ക്രിസ്മസ് ട്രീ സാറിന് ഇങ്ങനെ കൊടുക്കുന്നു, എന്തോ ഫോട്ടോ കൊടുക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ കാര്യങ്ങൾ സ്റ്റേജിൽ നടക്കുന്നു കേട്ടോ. ജസ്റ്റ് വീഡിയോ എടുത്തതേ ഉള്ളൂ. ആ സമയത്ത് ഞങ്ങളുടെ ചേട്ടനോടൊക്കെ സംസാരിച്ച് രാകേഷൻ്റെ കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ അവിടെ വെച്ച് കണ്ടു. അവരൊക്കെ ആയിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അലങ്കാരമൊക്കെ കാണാം. നമ്മൾ ക്രിസ്മസും കൂടെ ആകുമ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ നിറച്ച് ലൈറ്റും കാര്യങ്ങളും. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കതൊക്കെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ലൈറ്റ്. പിന്നെ ആ ബസ് കാണാനൊരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കണ്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ നിന്ന് കേട്ടോ. അപ്പോൾ ഇത് രാജേഷൻ്റെ എടുത്ത വീഡിയോ ആണ്. ഞാൻ കുറേ നേരം ഇങ്ങനെ വട്ടം കറങ്ങി അവിടുത്തെ വെട്ടങ്ങളും ലൈറ്റിങ് സ്റ്റാറൊക്കെ ഉണ്ടായിരുന്നു, അത് അങ്ങനെ കുറേ അലങ്കാരങ്ങൾ അതൊക്കെ കണ്ട് ഇങ്ങനെ ഞാൻ നിൽക്കുകയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നോക്കി നിൽക്കുമല്ലോ, ഇങ്ങനെ വായി നോട്ടമെന്ന് പറയുമല്ലേ, അങ്ങനെ നോക്കി നിൽക്കുക. അപ്പോഴാണ് നമ്മുടെ മന്ത്രിമാർ ഓരോരുത്തരും ഇങ്ങനെ ഇറങ്ങി വരികയാണ്. നമ്മുടെ വീണ ജോർജ് ഹെൽത്ത് മിനിസ്റ്റർ, അങ്ങനെ ഓരോരോ ആളുകളെ. അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ മന്ത്രിമാരെ നമുക്ക് കാണാൻ പറ്റി. അതൊക്കെ ഒരു പ്രത്യേകതയാണല്ലോ, അവരൊക്കെ സെലിബ്രിറ്റി ആണല്ലോ. അപ്പോൾ നമുക്ക് ഒരു മമ്മൂട്ടി മോഹൻലാലിനെയൊക്കെ കാണുന്ന പോലെ തന്നെ ഓരോ മന്ത്രിമാരെയും കാണാൻ സാധിച്ചു എന്ന് പറയാം. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കണ്ടു. അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പിണറായി വിജയൻ സാറും ഇറങ്ങി വരുന്നത്. അങ്ങനെ സാറിൻ്റെയും വീഡിയോ ഞാൻ എടുത്തു കേട്ടോ. ജസ്റ്റ് ഒന്ന് എടുത്തു പോയെന്നേ ഉള്ളൂ ഇതൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എനിക്ക് ഉണ്ടായിരുന്നു. ഞാനത് ഇതിനകത്ത് തെളിയിക്കുന്നുമില്ല, ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അത്രയ്ക്ക് അതിൻ്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വലിയ ഇതൊന്നും കാണിക്കുന്നില്ല. പിന്നെ സ്റ്റാറ്റസായിട്ടുമൊക്കെ ഇട്ട് കേട്ടോ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഫുൾ ഫോണിൽ ക്യാമറയും പിടിച്ച് എല്ലാവരും ആ വണ്ടിയുടെയും ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇതുപോലൊരു വണ്ടിയൊക്കെ കാണുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇതുപോലുള്ള വണ്ടി, കെട്ടിടങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങൾ, വലിയ വലിയ വീടുകൾ, അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങ് നോക്കി നിന്ന് പോകും. അങ്ങനെ നോക്കി നിന്നു കുറച്ച് നേരം, അതൊക്കെ നോക്കി നിന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ എന്തോ ഒരു ടൂറ് പോയൊരവസ്ഥയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ദൂരെ എവിടെയും ടൂറൊന്നും പോയിട്ടില്ല. ഇങ്ങനെയൊക്കെ പോകുമ്പോഴേ എനിക്ക് മൈൻഡിനൊരു പ്രത്യേക സുഖമാണ് കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ദൂരത്ത് എവിടെ അങ്ങനെ അധികം പോകാറില്ല കുറച്ച് നാളായിട്ട്. കുഞ്ഞുങ്ങളുടെ ഹെൽത്തും ഒക്കെ പരിഗണിച്ചുകൊണ്ട് നമ്മളങ്ങനെ ദൂരത്ത് പോകത്തില്ല. ഇത് തന്നെ നമ്മുടെ കണ്ണൻകുട്ടനെയും പൊന്നുകുട്ടീനെയും വീട്ടിലാക്കിയിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു തിരക്കൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വെച്ചു. കാരണം
ഈ ഇത്രയും തിരക്കിനിടയിൽ നമ്മളിപ്പോൾ റോഡിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് ഇറങ്ങാനായിട്ടൊന്നും സാധിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കുറച്ച് റിലേറ്റീവ്സിനെയൊക്കെ കണ്ടു, സംസാരിച്ചു. ഇതിൻ്റെ പുറകെ എൻ്റെ ബ്രദറും അങ്ങ് പോയി കേട്ടോ, ഡ്യൂട്ടിയിലല്ലേ. അപ്പോൾ ബ്രദറും അങ്ങ് പോയി, ജസ്റ്റ് ഒന്ന് ഹായ് ഹലോ സംസാരിച്ച് അങ്ങ് പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ എനിക്കൊരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു എൻ്റെ ബ്രദറിനെ ആ ഒരു ഡ്രസ്സിങ്ങിൽ ഡ്യൂട്ടിയിൽ കാണുക എന്ന് പറയുന്നത്. അങ്ങനെ പണ്ട് എന്നെ സർക്കസിനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് ഈ ബ്രദർ, അതുകൊണ്ട് എനിക്കെന്തൊരു പ്രത്യേകതയായിരുന്നു കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി കേട്ടോ. റോഡിൽ നല്ല ബ്ലോക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല പോലെ വണ്ടിയും കാര്യങ്ങളും ഒക്കെ പോവാണ്. ഒരു ഉത്സവം പോലെ കണ്ടോ, ബലൂണൊക്കെ വിൽക്കുന്നു അവിടെ. ഞാൻ പറയായിരുന്നു ഇതെന്താ ഉത്സവമാണോ അവിടെ, ബലൂണും കളിപ്പാട്ടവും ഒക്കെ വിൽക്കുന്നു. കുഞ്ഞുമക്കൾ വരുമ്പോഴത്തേക്കും അവർ കാണുമ്പോൾ മേടിക്കുമല്ലോ. അതിന് ശേഷം ഞാനും രാജേഷണ്ണും കൂടി ഏതൊക്കെയൊക്കെയോ വഴിയിലാണ് രാജേഷൻ്റെ വീട്ടിലോട്ട് പോയത്. അപ്പോൾ എനിക്ക് ഇന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ, പത്തിരി വാങ്ങിക്കണമെന്ന്. ഓൾറെഡി ചിക്കനും കറി ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഒരു കടയിൽ കയറി ഒരു ജ്യൂസ് വാങ്ങിച്ചോട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ജ്യൂസ്, എന്താണെന്നറിയത്തില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റാണ് അതിന്. അപ്പോൾ രാജേഷണ്ണ എനിക്ക് ഇഷ്ടപ്പെട്ട ലഡ്ഡു വാങ്ങിച്ചു തന്നു. എന്താണെന്നറിയത്തില്ല, രാജേഷണ്ണ എനിക്ക് ചിലവ് ചെയ്യുമായിരുന്നു, എനിക്കറിയില്ല എന്താണെന്ന്. അപ്പോൾ ലഡ്ഡു ഒക്കെ വാങ്ങിച്ചത്. എനിക്ക് അങ്ങനെ അധികം മധുരം അത്ര നല്ലതല്ല ശരീരത്തിന്, നമുക്ക് ആർക്കും അത്ര നല്ലതല്ല മധുരം ഒരുപാട് കഴിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലഡ്ഡു കേട്ടോ. ആ ലഡ്ഡുവും പിന്നെ ജ്യൂസും, ഒരു കുഞ്ഞു കുപ്പി ജ്യൂസും അവിടെ നിന്ന് കുടിച്ചു. അതിന് ശേഷം നമ്മുടെ രാജേഷൻ്റെ വീട്ടിൽ വന്നു. അപ്പം നമ്മുടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. അവരെയും വിളിച്ചുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോരുവാണ്. നമ്മുടെ കടകളൊക്കെ അടച്ചടച്ച് വരുവാണ്. ഏകദേശം സമയം 10 മണിയായി കാണും കേട്ടോ, 10 മണിയായി കാണും. കടകളൊക്കെ അടച്ചു. നമ്മുടെ മാർക്കറ്റിലെ ചേർത്തല മാർക്കറ്റിലെ കടകളെല്ലാം അടച്ചു. ഇതേ പൊന്നുകുട്ടിയുടെ ഞങ്ങൾ സ്കൂളിൻ്റെ അതിലേക്ക് കയറിയാണ് കേട്ടോ വന്നത്. അപ്പോൾ കടകളിലൊക്കെ സ്റ്റാറൊക്കെ തൂക്കിയിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സ്റ്റാർ ഇട്ടില്ല കേട്ടോ, സ്റ്റാർ ഇടണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. കണ്ണൻകുട്ടൻ എപ്പോഴും ചോദിക്കുന്നുണ്ട് സ്റ്റാർ ഇടാത്ത എന്താന്ന്. അതിന് ശേഷം പത്തിരി, കുറച്ച് ചപ്പാത്തി, അങ്ങനെയാണ് കേട്ടോ വാങ്ങിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പത്തിരി. അപ്പോൾ നമ്മുടെ കൂട്ടുകാരെല്ലാം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ